ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 1 സാമുവേൽ 1-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. 40 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1 സാമുവേൽ അധ്യായം 1-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 28. 2. സാമുവേൽ 1-ാം അധ്യായത്തിലെ തലക്കെട്ട് എന്ത്? ഉത്തരം സാമുവേലിൻ്റെ ജനനം. 3. ഏൽക്കാന എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടിലെ റാമാത്തായിൽ. 4. ഏൽക്കാന ഏതു വംശജനായിരുന്നു? ഉത്തരം സൂഫ്. 5. ഏൽക്കാനയുടെ പിതാവ് ആരായിരുന്നു? എറോഹാം. 6. എറോഹാം ആരുടെ പുത്രനായിരുന്നു? ഉത്തരം എലീഹു. 7. തോഹുവിൻ്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം സൂഫ്. 8. ഏൽക്കാനയുടെ ഭാര്യമാർ ആരെല്ലാം? ഉത്തരം ഹന്നായും പെനിന്നായും. 9. ഏൽക്കാന വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് എവിടേക്കാണ് പോയിരുന്നത്? ഉത്തരം ഷീലോയിലേക്ക്. 10. ഏൽക്കാന വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് എന്തിനു വേണ്ടിയാണ് ഷീലോയിലേക്ക് പോയിരുന്നത്? ഉത്തരം സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാനും അവിടത്തേക്ക് ബലിയർപ്പിക്കുവാനുമായി. 11. ഷീലോയിലെ പുരോഹിതന്മാർ ആരായിരുന്നു? ഉത്തരം ഹോഫ്നിയും ഫിനെഹാസും. 12. ഹോഫ്നിയും ഫിനെഹാസും ആരുടെ പുത്രന്മാരായിരുന്നു? ഉത്തരം ഏലിയുടെ പുത്രന്മാർ. 13. ബലിയർപ്പിക്കുന്ന ദിവസം ഏൽക്കാന ആർക്കാണ് ഓഹരി കൊടുത്തിരുന്നത്? ഉത്തരം ഭാര്യ പെനിന്നായിക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഹന്നായിക്കും. 14. എന്നാണ് ഭാര്യയ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഏൽക്കാന ഓഹരി കൊടുത്തിരുന്നത്? ഉത്തരം ബലിയർപ്പിക്കുന്ന ദിവസം. 15. ഏൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ഭാര്യയുടെ പേര്? ഉത്തരം ഹന്ന. 16. ഏൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ഹന്നായ്ക്ക് എത്രയാണ് ഓഹരി കൊടുത്തിരുന്നത്? ഉത്തരം ഒരംശം മാത്രം. 17. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും ഓഹരി നൽകുമ്പോൾ ഏൽക്കാന അവൾക്ക് ഒരു അംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തുകൊണ്ട്? ഉത്തരം എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. 18. വന്ധ്യത നിമിത്തം ഹന്നായെ വേദനിപ്പിച്ചിരുന്നത് ആര്? ഉത്തരം അവളുടെ സപത്നി. 19. എപ്പോഴാണ് സപത്നി ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നത്? ഉത്തരം ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ. ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഹന്നയോട് ഇങ്ങനെ ചോദിച്ചത് ആര്? ഉത്തരം ഭർത്താവായ ഏൽക്കാന. 21. ഷീലോയിൽ വെച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് എങ്ങോട്ടാണ് പോയത്? ഉത്തരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. 22. ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ആരാണ് ഇരുന്നത്? ഉത്തരം പുരോഹിതനായ ഏലി. 23. ഹന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പുരോഹിതനായ ഏലി ഇരുന്നിരുന്നത് എവിടെ? ഉത്തരം ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ. 24. ഹന്ന കർത്താവിനോട് എന്താണ് നേർന്നത്? ഉത്തരം എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. 25. കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം ഹന്ന. 26. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ആരാണ് അവളെ ശ്രദ്ധിച്ചിരുന്നത്? ഉത്തരം ഏലി. 27. ഹന്ന ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു, അതിന് മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ ഏലി എന്താണ് വിചാരിച്ചത്? ഉത്തരം അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. 28. എത്ര നേരം നീ ഉന്മത്തിയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ആരാരോട് പറഞ്ഞു? ഉത്തരം ഏലി ഹന്നയോട്. 29. താൻ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ഏലിയോട് ഹന്ന പറഞ്ഞത്? കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. 30. നിന്റെ പ്രാർത്ഥന ആര് സാധിച്ചു തരട്ടെ എന്നാണ് ഏലി ഹന്നയെ അനുഗ്രഹിച്ചത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവം. 31. ഏൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോയത്? ഉത്തരം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക്. 32. ഏൽക്കാനയ്ക്ക് ഹന്നായിൽ ജനിച്ച പുത്രൻ്റെ പേരെന്ത്? ഉത്തരം സാമുവേൽ. 33. എന്ത് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പുത്രനെ സാമുവേൽ എന്ന് പേരിട്ടത്? ഉത്തരം ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ്.
34. ഹന്ന സാമുവേലിനെ എവിടേക്കാണ് കൊണ്ടുവന്നത്? ഉത്തരം ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക്. 35. ഹന്ന സാമുവേലിനെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാമാണ് കൂടെ കൊണ്ടുവന്നത്? 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫ മാവ്, 1 കുടം വീഞ്ഞ് എന്നിവ. 36. ഹന്ന സാമുവേലിനെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഏത് മൃഗത്തെയാണ് ബലിയർപ്പിച്ചത്? ഉത്തരം കാളക്കുട്ടിയെ. 37. കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിന് ശേഷം ശിശുവിനെ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുവന്നത്? ഉത്തരം ഏലിയുടെ. 38. ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ആരാരോട് പറഞ്ഞു? ഹന്ന ഏലിയോട്. 39. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. അവൻ കർത്താവിനുള്ളവനായിരിക്കും. ഉത്തരം ആജീവനാന്തം. 40. ഹന്ന ദേവാലയത്തിൽ ബലിയർപ്പിച്ച കാളക്കുട്ടിയുടെ പ്രായം? ഉത്തരം 3 വയസ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.